ഹലോ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബഹുമാനമുള്ള എൻ്റെ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ അറിവിലേക്കായി ഞാൻ ചില കാര്യങ്ങൾ പറയാനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയ നിരവധി ആളുകൾ നമ്മൾക്കറിയാം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് കുറേ ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോയി. അതിൽ ജബ്ബാർ മാഷ് നിരീശ്വരവാദത്തിൽ പോകുക എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ചിട്ടും പ്രവാചകനെ കുറിച്ചിട്ടും വളരെ മോശമായി കളിയാക്കി ചിത്രീകരിക്കുന്ന പല വീഡിയോസുകളും ഇന്ന് നിരവധി നമുക്ക് കാണാൻ കഴിയും. ഞാനും ഇത് കാണലുണ്ട്. അപ്പം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് അവരെ നേരിടാനുള്ളൊരു പിന്നെ കഴിവില്ലാത്ത ഒരാളാണ്, സാധാരണക്കാരനാണ്. പക്ഷേ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ പ്രവാചകനെ പിൻപറ്റുന്ന ഒരു മുസ്ലിമാണ്. അള്ളാഹുവിനെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുകയും ആ അള്ളാഹു അയച്ച പ്രവാചകൻ മുഹമ്മദ് നബി ആണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയും അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ നടന്ന് നീങ്ങുന്ന ഒരു മുസ്ലിമായ വ്യക്തിയാണ്. അപ്പൊ പ്രവാചകനെ കുറിച്ചിട്ട് കളിയാക്കി മോശമായി പറയുന്ന സന്ദർഭത്തിൽ എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ പ്രവാചകൻ ഇങ്ങനെ ഇകഴ്ത്തുമ്പം അതിന് മറുപടി പറയാൻ കഴിയൂല. അതേപോലെ തന്നെ ജാമിദ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന ഒരു സ്വഭാവക്കാരത്തിയാണ്. കാരണം അവൾക്ക് അല്ലാതെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാനും ലൈക്ക് കിട്ടാനും വ്യൂവേഴ്സിന് കിട്ടാനും വേണ്ടിയിട്ട് ചെയ്ത് കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇവർക്കൊക്കെ മറുപടി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവർക്ക് എന്ത് മറുപടി കൊടുത്താലും വിമർശിച്ചുകൊണ്ടേ നിൽക്കും. പ്രവാചകനെ കുറിച്ചിട്ടും പ്രവാചകന്റെ ജീവിതത്തിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായി പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാല്, ഗൂഗിളിനോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഹിന്ദിയിൽ ചോദിക്കണം. മുസ്ലിം സമൂഹത്തെ നേതാക്കന്മാര്, മുസ്ലിം ഏറ്റവും നല്ല മനുഷ്യൻ ആരാന്ന് ചോദിച്ചാല് ഗൂഗിള് പറയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഹിന്ദിയിലാ പറയാന്ന് മാത്രല്ല, നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് നിങ്ങൾ ചോദിക്കുന്നോട് കൂടിയിട്ട് തന്നെ മെസ്സേജ് തരും. पैगंबर मोहम्मद को दुनिया का सबसे अच्छा इंसान माना जाता है. പൈഗംബർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടാണ് കണക്കാക്കുന്നത്. എന്താ കാരണം? ഓ ഇൻസാൻ വഹ ഇസ്ലാം കെ, അവര് മുസ്ലിം സമൂഹത്തെ പ്രത്യേകം മനസ്സിലാക്കണം. അവര് മുസ്ലിം സമൂഹത്തെ ഇസ്ലാം കെ ഇസ്ലാമിന്റെ ഇസ്ലാമിനെ രൂപീകരിച്ച ആളാണ് എന്ന നിലക്കാണ് അദ്ദേഹത്തിനെ കാണുന്നത് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അവർ നബി ഥേ, അവര് സംസ്കരിച്ച് വളർത്തി കൊണ്ടുവരിക എന്ന് മാത്രമല്ല, ആ ഒരു സമൂഹത്തിലെ പ്രവാചകൻ കൂടി ആയിരുന്നു. ഉനെ ഏക് മഹാൻ നേത, ശിക്ഷക് और സമാജ് സുധാരക് के रूप में जाना जाता है. അവരെ നല്ലൊരു മനുഷ്യനായിട്ടും അതേപോലെ തന്നെ മനുഷ്യർക്ക് നല്ല പഠനങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നേരാ വഴിയിലേക്ക് നടത്തി കൊണ്ടുവന്നൊരു കാര്യം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ നിലക്കാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നത്. പിന്നെ उन्होंने अपने जीवन में मानवता के लिए कई महत्वपूर्ण योगदान दिए हैं. അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടിയിട്ട്, മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നന്മയായിട്ട് പ്രവർത്തിച്ചതായിട്ടുണ്ട്. പൈഗംബർ മുഹമ്മദ് കാ ജന്മ, അദ്ദേഹത്തിന്റെ ജന്മം 20वीं सदी में अरब के മക്ക ഷഹർ മേ ഹുവാ താ. അദ്ദേഹത്തിന്റെ ജനനം മക്ക എന്ന പ്രദേശത്തിൽ ആണ് ഉണ്ടായത്. അപ്പം എന്താണ് പറഞ്ഞത്? പ്രവാചകന് ഇസ്ലാം മതത്തെ ഒരു പ്രവാചകനായിട്ടാണ് മുസ്ലിം സമൂഹം കാണുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇങ്ങനെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഗൂഗിള്. ആ ഗൂഗിളിൽ അത് കൊടുത്തതുകൊണ്ടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാല്, പ്രവാചകനെ കുറിച്ചിട്ട് ഇകഴ്ത്തുമ്പോ പ്രവാചകനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളൊരു ത്വര സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രപഞ്ചത്തിന് തന്നെ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുമ്പോൾ പിന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അയച്ച ഒരു ദൂതനിൽ വിശ്വസിക്കണം എന്ന് അവർക്ക് നിർബന്ധമല്ല. അതുകൊണ്ടാണല്ലോ മറ്റേ ആള് ചേലാകർമ്മത്തിന്, ക്രിസ്തു മതത്തിൽ വരെ ചേലാകർമ്മത്തിന്റെ ഇതുണ്ട്. നിങ്ങൾക്ക് മുഹമ്മദ് ഇസ എന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പൊ ഈ ഒരു ചേലാകർമ്മം ചെയ്യുന്നത് കൊണ്ട്
കോടതി പോയിങ്ങാണ്ട് അത് പാടില്ല എന്ന്, അതിനെ വിലക്ക് വാങ്ങാൻ, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരെ കൊണ്ടുവന്ന മഹാന്മാർ ഉള്ള നാടാണ്. അതൊക്കെ ഇവരൊക്കെ മുസ്ലിം സമൂഹത്തിൽ നിന്ന്, മുസ്ലിം കുടുംബത്തിൽ നിന്ന് പോയ ആൾക്കാരാണ്. പക്ഷെ അവർ ഇസ്ലാം മതത്തിന്റെ പേരെന്നെ സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അവർ ഈ പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ പുറത്തു നിന്ന് കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക, ഇവര് മുസ്ലിങ്ങൾ തന്നെയല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ അവരെന്നെ അവരെ പ്രവാചകന് കുറ്റം പറയണെന്നാ തെറ്റിദ്ധരിക്കുക. അപ്പൊ ഈ തെറ്റിദ്ധരിക്കുന്ന ഇതര സമൂഹത്തിനോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് മുസ്ലിം സമൂഹത്തിന് യാതൊരു അങ്കലാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം പഠിപ്പിച്ച കാര്യം ഇന്ന് എല്ലാവർക്കും അത് സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്, അദ്ദേഹത്തിന്റെ ജീവചരിത്രം കാര്യങ്ങളെല്ലാം. പക്ഷെ ഇവരെന്താന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് പോയിട്ട് ചില ആളുകൾ അറബിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ജാമിദൊക്കെ അതിൽ പെട്ടാണ്. കുറച്ചൊക്കെ അറബി പഠിച്ചത് കൊണ്ട് ഖുർആനൊക്കെ ഓതിങ്ങാണ്ട് ഹദീസ് ഇതാണ്, സ്വഹീഹുൽ ബുഖാരി ഇതാണ് ഇതൊക്കെ പറയുമ്പോ എന്താ പുറത്ത് നിന്ന് കേൾക്കുന്ന സാധാരണക്കാരായ ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിക്കാത്ത ആളുകൾ എന്താ പറയാ, കണ്ടോ അവര് പറഞ്ഞു ശരിയല്ലേ, അവരവർ ഗ്രന്ഥത്തിൽ നിന്നല്ലേ പറയണത് എന്നാണ് പറയാ. അതിപ്പോ ഒരു മതത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അതീത വക്താക്കൾ തന്നെ മുന്നിക്ക് വരുമ്പോ പിന്നെ നമുക്ക് അവരോടൊന്നും ചെയ്യാനും പറയാനുമില്ല. പക്ഷെ സത്യസന്ധമായി മുന്നേറാൻ പോകണം, ഈ ദീനില് പ്രവേശിക്കണം, ഇത് നല്ല മതമാണോ ചീത്ത മതമാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. പഠിച്ചതിന് ശേഷം വിമർശിക്കാനും ഉൾക്കൊള്ളാനും ഒഴിവാക്കാനും ഒക്കെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇവരെ പ്രസംഗം ഇങ്ങനെ നിരന്തരം കേൾക്കുമ്പം അവർ എന്തുകൊണ്ട് ഇസ്ലാമിന്ന് പുറത്തുപോയി, എന്തുകൊണ്ട് ഇസ്ലാമിന്ന് പുറത്തുപോയി എന്നിങ്ങനെ പല മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിന്ന് പുറത്തുപോയ മുസ്ലിം ആൾക്കാരെ അവരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇസ്ലാമിനെ ഇകഴ്ത്തുന്നത് കാണുമ്പോൾ വളരെ മനസ്സിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയണ ഭാഷയിൽ, എനിക്ക് മനസ്സിലായ ഭാഷയിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് വേറെയാണ്. പക്ഷെ ഇതിങ്ങനെ വാർത്തകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെ കാര്യങ്ങൾ കേട്ടു പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമാണ്. അത് സൂചിപ്പിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ അന്ത്യപ്രവാചകനാണെന്നും അള്ളാഹു ആണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും ഈ സൃഷ്ടാവിന്റെ മഹത്വം മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതും അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നാണ്. പരലോകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, തിന്മ ചെയ്തവർക്ക് ശിക്ഷ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അവരിങ്ങനെ അതിനെ കുറ്റം പറയുമ്പോൾ മനസ്സിനൊരു പ്രയാസമാണ്. അത് സൂചിപ്പിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരെ വിമർശിക്കാനും കാര്യമൊന്നുമല്ല, ഇവരെ വിമർശിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ വിവരം അറിയിക്കുക എന്ന് മാത്രം. താങ്ക് യു.